ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നല്ല മനുഷ്യരായി ജീവിക്കാൻ ആവശ്യമുള്ള നിർദ്ദേശങ്ങളാണ്. ശാരീരികമായുള്ള വൃത്തിയെപ്പറ്റി സൂചിപ്പിച്ച മതം അതിനേക്കാളേറെ മാനസികമായ ശുദ്ധിയെപ്പറ്റി കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. മനസ്സ് നന്നാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ. മനസ്സ് നന്നാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കാവുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാൻ കഴിയില്ല. എങ്ങാനും ഏർപ്പെട്ടാൽ തന്നെ ആ പ്രവർത്തനങ്ങളെ അള്ളാഹു പരിഗണിക്കുകയും ചെയ്യുകയില്ല. നമ്മളെല്ലാ ഖുതുബയിലും പറയുന്നതാണ്, മനുഷ്യജീവിതം ഹ്രസ്വമാണ്, എപ്പോഴും തിരിച്ചു പോകേണ്ടവരാണ് നാം. ഇവിടെ ജനിച്ചു, ഇവിടെ ജീവിക്കുന്നു, പക്ഷേ എത്ര നാൾ ജീവിക്കുമെന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുമില്ല. എപ്പോഴും തിരിച്ചു പോവാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം സത്യവിശ്വാസി. വളരെ ഹ്രസ്വമാണ്. ഈ ജീവിതത്തിനിടയിൽ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളെക്കാളേറെ സന്താപങ്ങളും പ്രയാസങ്ങളുമായിരിക്കും കൂടുതൽ. നമ്മൾ പലപ്പോഴും ഈ മിമ്പറിൽ നിന്ന് തന്നെ പറഞ്ഞ വിഷയമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ജീവിതം ആയി എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളത് കൊണ്ട് മനസ്സിനെ സമാധാനിപ്പിക്കാവുന്ന നിർദ്ദേശങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ താന്തോന്നിയായി ജീവിക്കുക എന്നുള്ളതല്ല. മനസ്സിനെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുക എന്നുള്ളതല്ല. ഏതായാലും ഇതൊരു ജീവിതം മാത്രമേ ഉള്ളൂ, അതിഷ്ടം പോലെ ജീവിച്ച് തീർക്കാമെന്ന് ചിന്തിക്കുന്നിടത്തല്ല. ഈ ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, ഇതെങ്ങനെ പരിപാവനമാക്കാം, പരിശുദ്ധമാക്കാമെന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യൻ ഏറ്റവും നല്ല ചിന്തയുമായി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ മാനുഷികമായ ചിന്ത അതാണ്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ മനസ്സമാധാനത്തിന് അത്യന്താപേക്ഷിതമായി നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന ചില ശീലങ്ങളുണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, ബന്ധങ്ങളെ സുദൃഢമാക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങളിൽ സുഹൃത്ത് ബന്ധമായാലും, കുടുംബ ബന്ധമായാലും, അയൽപക്ക ബന്ധമായാലും, ആദർശ ബന്ധമായാലും, ഏത് ബന്ധമായിരുന്നാലും അതിൽ പോറലേൽക്കുന്ന സമീപനം നമ്മളിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായും അത് നമ്മെ മാനസികമായി തളർത്തിക്കളയുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാലും ഒരു ബന്ധം വിച്ഛേദിക്കുന്നതിൽ, അതിൽ വിള്ളലുണ്ടാക്കുന്നതിൽ നമ്മൾ ഇടപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മാനസികമായി നമ്മെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബന്ധങ്ങളെയും ഏറ്റവും വിശുദ്ധിയോടെ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് മതം പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മതം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് നല്ല വാക്കുകൾ, നല്ല വിചാരമായിരിക്കണം ഏത് സന്ദർഭത്തിലും ഉണ്ടാവേണ്ടത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ന ഹുസ്നൽ ളന്ന ബില്ലാഹി മിൻ ഹുസ്നി ഇബാദത്തില്ലാഹ്. അല്ലാഹുവിനുള്ള ഏറ്റവും നല്ല ഇബാദത്തുകളിൽ, അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹുവിനോടുള്ള ആരാധനയുടെ ഭാഗമായി ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് നമ്മൾ. അല്ലാഹുവിനുള്ള ഏറ്റവും നല്ല ഇബാദത്തുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. അള്ളാഹുവിനെ കുറിച്ച് ഒരു സന്ദർഭത്തിൽ പോലും മോശമായ ഒരു വിചാരം പോലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉയർന്നു വരാൻ പാടില്ല. അതേത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും, വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നാൽ പോലും അള്ളാഹുവിനെ കുറിച്ച മോശമായ ഒരു ചിന്ത, മോശമായ ഒരു വാക്ക് ഒരിക്കലും സത്യവിശ്വാസിയിൽ നിന്ന് വന്നുകൂടാ എന്നിവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാമിൻ. പ്രവാചകൻ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് പ്രവാചകൻ അരുളുകയാണ്, ലാ യമൂതന്ന അഹദുക്കും, ഒരാളും മരിച്ചു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹി അസ്സ വജല്ല. പടച്ചവനെ കുറിച്ച് നല്ല വിചാരത്തോടെയല്ലാതെ. ഓരോ മനുഷ്യനും ഏത് സന്ദർഭത്തിലായിരുന്നാൽ, രോഗപീഠയിൽ പ്രയാസപ്പെടുന്ന അവസ്ഥയാവട്ടെ, ശാരീരികമായി ഇളകാൻ കഴിയാതെ നിശ്ചലമായി കിടക്കുന്ന അവസ്ഥയാവട്ടെ, സംസാരിക്കാൻ പോലും ശേഷിയില്ലാത്ത വിധത്തിൽ
വിങ്ങുന്ന അവസ്ഥയാവട്ടെ, മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ നിസ്സഹായനായി പോയ അവസ്ഥയാവട്ടെ, ഏതവസ്ഥയായിരുന്നാൽ പോലും അള്ളാഹുവിനെ കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും ഒരാളുടെ മനസ്സിലും ഉണ്ടാവരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മരിച്ചു പോകുന്നവരാവണം നമ്മൾ. മരണത്തിന്റെ ഏത് സന്നിഗ്ധ ഘട്ടത്തിലായിരുന്നാൽ പോലും ആ രീതിയിൽ നല്ല ചിന്തയായിരിക്കണം, നല്ല വിചാരമായിരിക്കണം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെയാണ് സൂറത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദമായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മൂത്ത സഹോദരങ്ങൾ, ജ്യേഷ്ഠന്മാർക്ക്, പിതാവിന് യാഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ കുഞ്ഞിനോടെന്തോ പ്രത്യേക താല്പര്യമുണ്ടോ എന്ന സംശയത്തിന്റെ പേരിൽ കുഞ്ഞിനെ പരിപാലിക്കുന്നതിൽ അനിഷ്ടം പ്രകടിപ്പിച്ച സഹോദരന്മാർ കുഞ്ഞിനെയും കൊണ്ട് ഒരു യാത്ര പോകുന്നു, കുഞ്ഞിനെയും കൊണ്ട് കച്ചവടത്തിന് പോകുന്നു. തിരിച്ചു വരുന്ന വഴി കുഞ്ഞിനെ കിണറ്റിലിട്ടു. എന്നിട്ട് വീട്ടിൽ വന്ന് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, ആ കുഞ്ഞ് ധരിച്ച ഷർട്ട് അതിന് രക്തത്തിൽ മുക്കിക്കൊണ്ടാണ് ഇവര് പിതാവിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്, വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബിൻ ഖാല ബൽ സവ്വലത് ലകും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. യൂസുഫിന്റെ കുപ്പായത്തിൽ കള്ളച്ചോരയുമായി ആണ് അവർ വന്നത്. പിതാവ് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് ഒരു കാര്യം ഭംഗിയായി തോന്നിച്ചിരിക്കുകയാണ്. ആ യൂസുഫ് എന്ന സഹോദരനെ കിണറ്റിലെറിഞ്ഞുകൊണ്ട് അവൻ ഇനിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവനെ ചെന്നായ പിടിച്ചു എന്ന കള്ളക്കഥയുമായി പിതാവിന്റെ അടുക്കിലേക്ക് വരികയാണ് സഹോദരന്മാർ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ചെയ്തി നിങ്ങൾക്ക് ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾക്കത് ഭംഗിയായിട്ട് തോന്നുകയാണ്. അതിനാൽ നല്ല ക്ഷമ കൈക്കൊള്ളുക തന്നെയാണ് അഭികാമ്യം. ഫസബ്റുൻ ജമീൽ, ഏറ്റവും സുന്ദരമായ ക്ഷമ, നല്ല ക്ഷമ, അത് കൈകൊള്ളുക തന്നെയാണ് എനിക്കുള്ള വഴി എന്ന് അദ്ദേഹം തന്നെ പറയുകയും, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം ചോദിക്കാനുള്ളത്, സഹായം തേടാനുള്ളത് അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറാവുകയാണ്. ഈ സഹോദരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു മക്കളെ കുറിച്ച് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞതിന്റെ പേരിൽ ശകാരിക്കാനോ അവരോട് കോപിക്കാൻ പോലുമോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായില്ല. പിന്നീട് കാലം കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ ഒരു കച്ചവട സംഘം കിണറ്റിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോയി അടിമയായി അവിടുത്തെ രാജഭരണത്തിന് കീഴിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്തിപ്പെടുകയും അദ്ദേഹം രാജാവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് അവിടെ ഭക്ഷ്യവകുപ്പിന്റെ മന്ത്രിയാവുകയും ചെയ്തു. അതിനുശേഷം പിൽക്കാലത്ത് ഈ മക്കൾക്ക് വീണ്ടും വറുതി വന്ന സന്ദർഭത്തിൽ ഭക്ഷണവും തേടിക്കൊണ്ട് മന്ത്രിയുടെ അടുത്തേക്ക് പോവുകയും അവിടുന്ന് ഭക്ഷണം ലഭിക്കുകയും ചെയ്ത സന്ദർഭം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിൽ നിന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഒരു കുഞ്ഞു കൂടി ജനിക്കുകയുണ്ടായി, ബിനിയാമീൻ. ആ കുഞ്ഞിനെ കൂടെ തനിക്ക് കിട്ടണമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരോട് ആവശ്യപ്പെടുകയും അങ്ങനെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് കുഞ്ഞിന്റെ പേരിൽ ഒരു കള്ളക്കഥയുണ്ടാക്കി മന്ത്രിയായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനെ കൂടി അവിടെ ചേർത്ത് വെച്ചു. അപ്പോ നേരത്തെ യൂസുഫ് നബി അലൈഹി സ്വലാമിയെ കിണറ്റിലെറിഞ്ഞു. ഇപ്പോൾ അവർ പോയപ്പോ ബിനിയാമീൻ എന്ന കൊച്ചു മോനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചു വെച്ചു. അങ്ങനെ രണ്ട് മക്കൾ, മറ്റൊരു മകൻ കൂടി ആ സന്ദർഭത്തിൽ തിരിച്ച് പിതാവിനെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് അവിടെ തന്നെ തങ്ങി. അങ്ങനെ 3 മക്കൾ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഖാല ബൽ സബ്ബലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ. നേരത്തെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞ അതേ വാക്ക്
വീണ്ടും ഉച്ചരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലെ 83-ാമത്തെ ആയത്തിൽ അത് പറയുന്നു, ഖാല ബൽ സവ്വലത്തിലക്കും അൻഫുസുക്കും അംറാ. അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയായി തോന്നിപ്പിച്ചിരിക്കുന്നു. ഫസബ്റുൻ ജമീൽ, ഞാൻ നന്നായി ക്ഷമിക്കുക തന്നെയാണ്. അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീആ, അവരെല്ലാവരെയും അള്ളാഹു എന്റെ അടുത്ത് കൊണ്ടുവന്ന് തരുന്നേക്കാവുന്നതാണ്. അതിന് കഴിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിൽ ഞാൻ അഭയം തേടിയിരിക്കുകയാണ്. 3 മക്കളെ കാണാതായപ്പോ, നഷ്ടപ്പെട്ടപ്പോൾ പോലും ഈ നഷ്ടപ്പെടാൻ നിമിത്തമായ മറ്റു മക്കളോട് ദേഷ്യം പ്രകടിപ്പിക്കാത്ത രീതിയിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എല്ലാവിധ പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ അടുത്ത് സൂചിപ്പിച്ചതാണ്. മഹാരോഗം പിടിപെട്ടിട്ട്, വലിയ രോഗം പിടിപെട്ട സന്ദർഭത്തിൽ പോലും പടച്ചവനെ കുറിച്ച് മോശമായ ഒരു ചിന്ത പോലും മനസ്സിൽ ഉയരാതെ പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിൽ സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയണം. ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവും അതാണ്. എല്ലാ ഘട്ടവും, ഏത് പ്രതിസന്ധി ഘട്ടവും, നമ്മൾ കണ്ട വയനാട് പോലുള്ള ദുരന്തം, അതിനേക്കാൾ വലിയ ദുരന്തം വന്ന് ഭവിച്ചാൽ പോലും ക്ഷമിക്കാനും നല്ല വിചാരത്തോടെ അള്ളാഹുവിനെ ഓർക്കാനും കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് ഇത്തരം ദുരന്തങ്ങൾ എന്നുകൂടി നാം അറിയുക. അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, അങ്ങനെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള പരിശ്രമമായിരിക്കണം അള്ളാഹുവിന്റെ നിയ്യത്ത്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച മറ്റൊരു സംഭവം കൂടി ഇവിടെ പറയുകയാണ്. മറ്റൊരാളുടെ പേരിൽ ഒരാൾ ദുരാരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ഒരാളുടെ പേരിൽ ദുരാരോപണം ഉന്നയിക്കുകയാണ്, കുറ്റം ഉന്നയിക്കുകയാണ്, അയാളെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുകയാണ്, അയാളെ കുറിച്ച് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ അവൻ കാഫിറാണ്, അവൻ കുഫ്ർ ചെയ്യുന്നവനാണ് എന്ന രീതിയിൽ ഞാൻ പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ ആരോപണം അടിസ്ഥാനരഹിതമാണ്, കള്ളക്കഥയാണ്. എങ്കിൽ ആ ആരോപണത്തിനും ഇവർ തന്നെ ഉത്തരവാദിയാണ്. പറഞ്ഞാലുണ്ടല്ലോ, അയാൾ കുഫർ ചെയ്യുന്ന ആളാണ്, അയാൾ ഇന്ന മോശപ്പെട്ട ആളാണ് എന്ന് അയാളെ കുറിച്ച് ദുരാരോപണം ഉന്നയിച്ചാൽ അയാൾ ആ ആരോപണം ശരിവെക്കുന്ന, അല്ലെങ്കിൽ ശരിയായ ആരോപണത്തിന്റെ പറയുന്ന ആരോപണം അയാളിൽ ഇല്ല എങ്കിൽ ഇത് തിരിച്ചടിക്കും. ഞാൻ കുഫർ ചെയ്യുന്നവനായിത്തീരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഞാൻ കാഫിറായി തീരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഒരാളെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞാൽ, മോശമായ വാക്കുച്ചരിച്ചുകൊണ്ട് അയാളെ ഭർഷിച്ചാൽ, അയാളെ വിമർശിച്ചാൽ, വിമർശനത്തിന്റെ ആ ലോകത്താണ് മതസംഘടനകൾ പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പരിധിവിട്ട വിമർശനങ്ങൾ അങ്ങിങ്ങായി നിർബാധം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. നല്ല വാക്കുകൾ കൊണ്ട്, നല്ല രീതിയിൽ, നല്ല സംവാദങ്ങളിലൂടെ, നല്ല വിമർശനങ്ങളിലൂടെ മുന്നോട്ട് പോകാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. വ്യക്തിഹത്യ ഒരിക്കലും പാടില്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ ഒരാരോപണം ഒരാളെ കുറിച്ച് ഉന്നയിക്കുകയും അത് അയാളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അവനിലേക്ക് തന്നെ മടങ്ങും. അത് പറഞ്ഞ ആളിലേക്ക് തന്നെ അത് മടങ്ങുമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നാലിന്ന മോശക്കാരനാണെന്ന് പറയുകയും അയാൾ ആ മോശക്കാരനല്ല എങ്കിൽ ആ മോശക്കാരൻ ഞാനായിത്തീരുകയും ചെയ്യും എന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, എല്ലാ നല്ല സംഗതികളും ദാനധർമ്മമാണ്, സദഖയാണ്. എല്ലാ നല്ല കാര്യവും ഇസ്ലാം നല്ലതിനെ പരിഗണിച്ച മതമാണ്. ഇസ്ലാം പറയുന്നതൊക്കെയും നല്ലതാണ്. ആരാധനാകർമ്മം മുതൽ അള്ളാഹുവിലുള്ള വിശ്വാസം മുതൽ ഏറ്റവും ചെറിയ നന്മയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പോലും അവന് സ്വന്തമായിട്ടോ സമൂഹത്തിനോ അവന്റെ പ്രദേശത്തിനോ ഒക്കെ നന്മ വിതരുന്ന കാര്യങ്ങളാണ്. എല്ലാ തിന്മയും ഇസ്ലാം എതിർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നന്മയോടെ
സ്നേഹത്തോടെ ഒരു സമൂഹം ഒന്നിച്ച് ജീവിക്കണമെന്ന ഇസ്ലാമിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമാണ് എല്ലാ ആളുകളുമായി നല്ല വാക്കുകൾ നല്ല വിചാരങ്ങളുമായി ജീവിക്കുക എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സംഗതികളും നല്ല ദാനധർമ്മമാണ്, എല്ലാ നല്ല സംഗതികളും ദാനധർമ്മമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അദ്ദേഹത്തിന് മക്കളില്ല, മക്കൾക്ക് വേണ്ടി കാത്തിരുന്നു 80 വർഷക്കാലത്തോളം. അവസാനം മക്കളുണ്ടാകാൻ പോകുന്നു, മകനുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത 80 വർഷക്കാലത്തെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥനാ നിരതനായി ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് മലക്കുകൾ അറിയിച്ച സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഖാലവമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക്, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആശ മുറിയുകയില്ല. സത്യനിഷേധികൾക്കല്ലാതെ അള്ളാഹുവിനുള്ള പ്രതീക്ഷ മുറിഞ്ഞു പോവുകയില്ല എന്ന്. 80 വർഷം കാത്തിരിക്കുക. നമ്മുടെ കാത്തിരിപ്പിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യവുമായി നെട്ടോട്ടം ഓടുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഒരു ജോലി, ഒരു വീട്, വിവാഹം, അതിനൊക്കെ സമയമുണ്ട്, പരിധിയുണ്ട്. ഒരുപാട് കാലം അതിനു വേണ്ടി മെനക്കെടാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ അക്ഷമരാകും, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഇവിടെ 80 വർഷക്കാലമാണ് ഒരു കുഞ്ഞിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാത്തിരുന്നത്. എന്നിട്ടും പറയുകയാണ്, ആ സന്ദർഭത്തിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുമാണ് 80-ാമത്തെ വയസ്സിലും അദ്ദേഹം ജീവിച്ചത്. അവിടെ വെച്ചാണ് പറയുന്നത്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ആശ മുറിഞ്ഞിട്ടേ ഇല്ല അദ്ദേഹത്തിന് എന്ന്. മരണാസന്നനായ ഒരു യുവാവിന്റെ അടുത്ത് പോകുകയാണ്. അദ്ദേഹം മരണത്തിലാണ്, യുവാവ് മരണവക്രത്തിൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ തജ്ദുക്, എങ്ങനെയുണ്ട് സഹോദര, എങ്ങനെയുണ്ട് മോനെ, എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ യുവാവ് പറയുകയാണ്, മരണത്തിന്റെ പ്രയാസത്തിലാണ് യുവാവ്. അദ്ദേഹം പറയുകയാണ്, അർജുല്ലാഹ യാ റസൂലുള്ളാഹ് വ അഖാഫു ദുനൂബി, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഈ സന്ദർഭത്തിലും ഞാൻ ജീവിക്കുന്നത്. എന്നിൽ വന്നുപോയ പാപങ്ങളെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, അതെന്നെ ഭയപ്പെടുത്തുന്നു. എങ്കിലും അള്ളാഹുവിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കരുണാനിധിയായ അള്ളാഹുവിൽ ഞാൻ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്, പാപങ്ങൾ വരാതെ പരമാവധി ശ്രദ്ധിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ കരുണാവാരിധിയായ അള്ളാഹുവിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ലാ യജിദ്ദമിയാനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി ഇല്ലാ അതാഹു അല്ലാഹു മാ യർജു വ ആമനഹു മിമ്മാ യഖാഫ്. ഒരു അടിമയുടെ ഹൃദയത്തിൽ തെറ്റ് വന്നതിലുള്ള പശ്ചാത്താപം, ഭയം, പടച്ചവൻ എങ്ങനെയാണ് അതിനെ പരിഗണിക്കുക എന്ന ബേജാറ് അതുണ്ടാവുകയും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന 2 കാര്യങ്ങൾ ഒന്നിച്ചു വന്നാൽ, തെറ്റിനെ കുറിച്ചുള്ള ബോധമുണ്ട്, അബദ്ധങ്ങൾ വന്നുപോയതിലുള്ള പശ്ചാത്താപമുണ്ട്, പടച്ചവനെ കുറിച്ചുള്ള പ്രതീക്ഷയുമുണ്ട്. ആ പ്രതീക്ഷയും ഈ ഭയവും രണ്ടും ഒന്നിച്ച് ഒരാളിൽ വന്നാൽ അയാൾ പ്രതീക്ഷിക്കുന്നതെന്തോ അത് അള്ളാഹു സാധ്യമാക്കി കൊടുക്കും. അയാളുടെ പ്രതീക്ഷ എന്തായിരുന്നു? എനിക്ക് അള്ളാഹു തൗബ ചെയ്തു തരും, എന്നെ അള്ളാഹു ശിക്ഷിക്കുകയില്ല, എന്നെ അള്ളാഹു സംരക്ഷിക്കും എന്ന ചിന്തയായിരുന്നു. അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷക്കൊത്ത് അവനെ അള്ളാഹു മാറ്റും. രണ്ടാമത് പറയുന്നു, അള്ളാഹു അവന് നൽകുന്നു അയാൾ ഭയപ്പെടുന്നതിൽ നിന്ന്. അയാൾ എന്താ ഭയപ്പെട്ടത്? അയാൾ ഭയപ്പെട്ടത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയതിനാൽ ആ ഭയപ്പെടുന്ന കാര്യത്തിൽ അള്ളാഹു അയാൾക്ക് നിർഭയത്വം, ഭയപ്പാടില്ലാത്തൊരവസ്ഥ നൽകുകയും ചെയ്യും. നല്ല ചിന്ത, നല്ല വിചാരം, അള്ളാഹുവിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന്. ആ സന്ദർഭത്തിൽ പോലും, അവസാന സന്ദർഭത്തിൽ യുവാവാണ്, ഇനിയും ഒരുപാട് ജീവിക്കാനുണ്ട്, കരുത്തുള്ള സമയമാണ്, ഇനിയും ഒരുപാട് ദൗത്യ നിർവഹണമുണ്ട്, ഇനിയും ബഹളങ്ങളും അടിപിടികളും ഒക്കെയായി ജീവിക്കേണ്ട ആയുസാണ്. അത് അവസാനിക്കാൻ പോവുകയാണ്. ബേജാറല്ല, പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് ഓരോ സന്ദർഭത്തിലും വിശ്വാസികൾ
വെച്ചു പുലർത്തേണ്ടത് എന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളായ മനുഷ്യരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഏത് ദുരന്തമാവട്ടെ, ഏതാപത്താവട്ടെ, നമ്മുടെ വ്യക്തിപരമാവട്ടെ, സാമൂഹികമാവട്ടെ, എന്ത് വന്നാൽ പോലും നല്ല വിചാരം, പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള വിചാരം, എൻ്റെ ആയുസ്, എൻ്റെ സമയം ഇത്രയായി, ഇനി കൂടിയാൽ ഇത്രയേ ഉള്ളൂ, ഈ ജീവിതത്തിൽ എനിക്ക് പ്രയാസമുണ്ടായി, കഷ്ടപ്പാടുണ്ടായി, രോഗമുണ്ടായി, ദാരിദ്ര്യമുണ്ടായി, മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടായി, ഇനിയും ഇത്ര ജീവിതമേ എനിക്കുണ്ടാവുന്നുള്ളൂ, അതുകൂടി സഹിച്ചാൽ ഇനി രോഗമില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, സങ്കടമില്ലാത്ത, പ്രയാസമില്ലാത്ത, വേദനയില്ലാത്ത, ടെൻഷനില്ലാത്ത ഒരു ലോകത്താണ് ഞാൻ എത്തിച്ചേരുക എന്ന ചിന്ത ശുഭപ്രതീക്ഷയായിരിക്കണം സത്യവിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അത്തരം ശുഭപ്രതീക്ഷയോടെ ജീവിക്കുന്ന മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.